السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നിർവഹണത്തെ സംബന്ധിച്ചും ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. വ്യക്തിപരമായി ചിലരുടെ കത്തുകൾ ഈ ശ്രദ്ധയെ ക്ഷണിച്ചതുമൂലം എനിക്ക് ലഭിച്ചു. അതിൽ അവർ ഈ അലസതയിൽ കുറ്റബോധം പ്രകടിപ്പിച്ചു. ചില സ്ഥലങ്ങളിൽ നിന്ന്, ജമാഅത്ത് സംവിധാനത്തിൽ നിന്നും, പോഷക സംഘടനകളിൽ നിന്നും കത്തുകൾ ലഭിച്ചു. അതിൽ ഈ കാര്യത്തിൽ ബലഹീനതയുണ്ട് എന്നത് വസ്തുതയാണ്. ഇനി ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നതിനായി ശക്തിമത്തായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതാണ്. വരുന്നാളുകളിൽ ഈ ബലഹീനത ദൂരീകരിക്കാൻ പരിപൂർണ ശ്രമം നടത്തുന്നതാണെന്നും പറയുന്നു. അല്ലാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ പള്ളികൾ യഥാർത്ഥ നിലയിൽ ജനനിബിഡമായിരിക്കുന്ന പൂർണ്ണ ചിത്രം വിളിച്ചോതുന്നതായി തീരുമാറാകട്ടെ. എന്നാൽ സംവിധാനം എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, എല്ലാ ജോലികളിലും മികച്ച പ്രതിഫലം നേടുന്നതിനായി സ്ഥായിയായ പെരുമാറ്റം അത്യന്താപേക്ഷിതമാണ്. തുടക്കത്തിൽ നമ്മൾ അധിക പേരും വളരെ ആവേശത്തോടെ ജോലികൾ ആരംഭിക്കുന്നു. എന്നാൽ കുറച്ചു കാലത്തിന് ശേഷം അലസത ഉണ്ടാകാൻ തുടങ്ങുന്നു. ഇതും മനുഷ്യപ്രകൃതമാണ്. ആളുകളിൽ അലസത ഉണ്ടാകുക എന്നത് അത്ര ഭയാനകമായ ഫലങ്ങൾ ഉണ്ടാക്കിയില്ല. ഇത് വളരെ ചിന്തയിൽ ആഴ്ത്തുന്ന കാര്യം തന്നെയാണ്. എന്നിരുന്നാലും സംവിധാനത്തിൽ അലസത ഉണ്ടാകുക എന്നത് വളരെ വലിയ അപകടമാണ്. ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന സംവിധാനത്തിൽ തന്നെ അലസത ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്റെ ജോലിയിൽ തന്റേതായ താല്പര്യം മാത്രം പ്രകടിപ്പിക്കാൻ ആരംഭിച്ചാൽ, പിന്നെ ആളുകളുടെ സംസ്കരണം വളരെ പ്രയാസകരമായി തീരുന്നതാണ്. പ്രകൃതപരമായ നിലയിൽ അലസത ഉടലെടുത്താൽ തന്നെയും അവരുടെ പരിഷ്കരണം പിന്നീട് വളരെ ബുദ്ധിമുട്ടായിത്തീരുന്നതാണ്. അതിനാൽ ശാഖാ സംഘടനകളും ജമാഅത്ത് വ്യവസ്ഥയും തങ്ങളുടെ ജോലി, അതിൽ പ്രധാനമായും
അള്ളാഹു നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായി വിവരിച്ചത്. അതിൽ ആസൂത്രിത പദ്ധതികൾ ആവിഷ്കരിച്ച് സമയാസമയങ്ങളിൽ അലസത ഉണ്ടാകുന്നതിന് പകരമായി എല്ലാ ദിവസവും പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടികൾ സംഘടിപ്പിക്കുക. നമ്മുടെ ആരാധനകളുടെ മികവ് തന്നെയാണ് നമുക്ക് വിജയം പ്രദാനം ചെയ്യുക. അതിനാൽ ഇത് വളരെയധികം ഗൗരവം അർഹിക്കുന്ന കാര്യമാണ്. എല്ലാ വ്യവസ്ഥിതികളും ഈ കാര്യത്തെ സംബന്ധിച്ച് വളരെയധികം ഗൗരവം പ്രകടിപ്പിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ലജ്ന ഇമാ അല്ലാ തങ്ങളുടെ ധർമ്മം ചുമതല പൂർത്തിയാക്കേണ്ടതുണ്ട്. കുട്ടികളുടെ നമസ്കാരത്തിന് വീട്ടിൽ മേൽനോട്ടം വഹിക്കുക, അവരിൽ നമസ്കാര ശീലമുണ്ടാക്കിയെടുക്കുക, പുരുഷന്മാരെയും യുവാക്കളെയും പള്ളിയിലേക്ക് പോകുന്നതിനായി തുടർച്ചയായുള്ള ഓർമ്മപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുക. ഇത് സ്ത്രീകളുടെ ജോലിയാണ്. സ്ത്രീകൾ അവരുടെ ജോലി പൂർത്തിയാക്കുകയാണെങ്കിൽ അസാധാരണ മാറ്റമുണ്ടാകുന്നതാണ്. അതുപോലെ ഞാനിവിടെ ഇങ്ങനെയുള്ള ആളുകളുടെ വിചാരത്തെ നന്നാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ചിലർ ഇങ്ങനെ പറയുന്നു, ഞങ്ങളോട് നമസ്കാരത്തെക്കുറിച്ച് പറയരുത്, ചോദിക്കരുത്. കാരണം ഇത് ഞങ്ങളും അള്ളാഹുവുമായുള്ള ഇടപാടാണ്. ഇത്തരത്തിൽ സ്ത്രീകളുടെ പരാതിയും വരുന്നു. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ശ്രദ്ധ ഇതിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർ വഴക്കുണ്ടാക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നത്, സംശയം വിന ഇത് അള്ളാഹുവിന്റെയും ദാസന്റെയും ഇടപാടാണ്. എന്നാൽ ശ്രദ്ധ ചെലുത്തേണ്ടതും ചോദ്യം ചെയ്യേണ്ടതും ജമാഅത്ത് വ്യവസ്ഥിതിയുടെ ജോലിയാണ്. അതുപോലെ തന്നെ ഭാര്യമാരുടെയും ജോലിയാണ് എന്ന് മാത്രമല്ല, ഫർളായ കാര്യമാണ്. ഇഷ്ടം തോന്നിയാൽ നമസ്കരിക്കുകയും ഇല്ലെങ്കിൽ ഇല്ല എന്നായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സുബഹി നമസ്കാര സമയം നാം നല്ല ഉറക്കത്തിൽ മുഴുകുകയും പകല് മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ച കാരണത്താൽ രാത്രിയിൽ നല്ല ഉറക്കമുണ്ടാകും, അതുകൊണ്ട് ഞങ്ങളെ ഉണർത്തരുത് എന്നു പറയുന്ന തരത്തിൽ താൽപര്യാടിസ്ഥാനത്തിലായിരുന്നുവെങ്കിൽ, നമസ്കാരത്തിനായി ആദ്യം ഉണരുന്നയാൾ മറ്റേയാളെ നമസ്കാരത്തിനായി ഉണർത്തുക എന്നും, ഇനി എഴുന്നേൽക്കുന്നതിൽ മടി പ്രകടിപ്പിക്കുകയാണെങ്കിൽ വെള്ളം തളിക്കുക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഭാര്യാഭർത്താക്കന്മാർക്ക് നിർദ്ദേശം നൽകുമായിരുന്നില്ല. ചില സ്ഥലങ്ങളിൽ വലിയ മുന്നറിയിപ്പാണ് അവിടുന്ന് നൽകിയത്. കഴിഞ്ഞ ഖുതുബയിൽ ഇത് സംബന്ധമായ ചില ഹദീസുകളും ഞാൻ വിവരിച്ചിരുന്നു. ഇക്കാര്യത്തിൽ നമ്മൾ സ്വതന്ത്രരാണ്, ഇത് ഞങ്ങളുടെയും അള്ളാഹുവിന്റെയും കാര്യമാണ് എന്ന ചിന്ത തികച്ചും തെറ്റാണ്. ഏത് വ്യവസ്ഥിതിയുമായിട്ടാണോ നമ്മെ നാം ബന്ധിപ്പിക്കുന്നത്, അത് തന്റെ ജമാഅത്തിനെ പരിശോധിക്കുന്നതിനായി നമസ്കാര നിർവഹണ കാര്യത്തിൽ വിചാരണ നടത്തുന്നുണ്ടെങ്കിൽ അതിൽ നീരസം പ്രകടിപ്പിക്കുന്നതിന് പകരമായി, അതുപോലെ കോപിക്കുന്നതിന് പകരമായി സഹകരിക്കുകയാണ് വേണ്ടത്. മനുഷ്യൻ സ്വയം നമസ്കാരം നിർവഹിച്ചുകൊണ്ട് പിന്നീട് ലോകത്തോട് ഞാൻ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്ന ആളാണ് എന്ന് പറയുകയാണെങ്കിൽ വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞുകൊള്ളുക. പിന്നെ അതിനെ നീരസത്തോടെ കാണുകയെന്നത് തെറ്റാണ്. എന്തുതന്നെയായാലും ഓരോരുത്തരുടെയും മേൽ നമസ്കാരത്തിന്റെ പ്രാധാന്യം വ്യക്തമായിരിക്കേണ്ടതാണ്. അതിനായി വളരെ വ്യവസ്ഥാപിതമായ തരത്തിൽ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും എല്ലാ കൽപ്പനകളും അനുസരിച്ച്
പ്രവർത്തനം കാഴ്ചവെക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ്. ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചതിനു ശേഷം ഞാൻ നമസ്കാരത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ വിശദീകരിക്കുന്നതായിരിക്കും. അത് പൊതുവെ ഇസ്ലാമിക കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടവയാണ്. അല്ലെങ്കിൽ ഒരു അഹമ്മദിയെ ഇക്കാര്യത്തിലേക്ക് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. അതിനാൽ ഇത് പ്രകാരം അവർ പ്രവർത്തിക്കേണ്ടതാണ്. പൊതുവെ ഇക്കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അതുകൊണ്ടും ഇത് നിർബന്ധമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൽ മുസ്ലിങ്ങളുടെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നു ചേരുന്നു. ചില കാര്യങ്ങൾ മുമ്പ് ചെയ്തിരുന്നു. അഹമ്മദിയ ജമാഅത്തുമായി പരസ്പരം ബന്ധമുണ്ടാവുകയില്ല. കാരണം ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ നാം ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ നീതിമാനായ വിധികർത്താവ് എന്ന നിലയിൽ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ആ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലൂടെയും അദ്ദേഹത്തിന്റെ സഹാബത്തിലൂടെയും സ്ഥാപിതമായി കഴിയുകയും കൂടി ചെയ്താൽ അത് നിർബന്ധമാണ്. ഇതിലൊരു കാര്യം റഫ യദൈൻ അഥവാ കൈ ഉയർത്തുന്നതിനെ കുറിച്ചാണ്. അതായത് നമസ്കാരത്തിലെ എല്ലാ തക്ബീറിലും ചലനമാറ്റത്തിലും കൈകൾ മുകളിലേക്ക് ഉയർത്തി ചെവിയിലെത്തിക്കുക. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മുസ്ലിങ്ങളിൽ വിഭാഗീയതയും വിഭജനവും ഉണ്ടാക്കി. ഇത് മാത്രമല്ല, മറിച്ച് കലഹങ്ങളുമുണ്ടായി. പരസ്പരം കുഫറിന്റെ ഫത്വ നൽകിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു വിഭാഗത്തിലെ ആൾ ജനാസ നമസ്കാരം നിർവഹിക്കുന്നു. വേറൊരു വിഭാഗത്തിന്റെ ഇമാമിന്റെ പുറകിൽ നിന്നാണെങ്കിൽ മൗലവി പറയുന്നു നിക്കാഹ് മുറിഞ്ഞുപോയിരിക്കുന്നു. ഇത് വളരെ പഴയ സംഭവമൊന്നുമില്ല, മറിച്ച് ഈ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലുണ്ടായ ഒരു സംഭവം, ഒരു വിഭാഗത്തിലെ ആളുകൾ മറ്റൊരു വിഭാഗത്തിലുള്ള ആളുടെ പിറകിൽ നിന്ന് ആരുടെയോ ജനാസ നമസ്കാരം നിർവഹിച്ചു. അപ്പോൾ അവരുടെ നിക്കാഹ് ബന്ധം അവസാനിച്ചിരിക്കുന്നുവെന്ന ഫത്വ വന്നു. പിന്നീട് മുഴുവൻ ഗ്രാമവാസികളും പ്രദേശവാസികളും ഒത്തുചേർന്ന് മൗലവിയുടെ അടുത്ത് ചെന്ന് നിരനിരയായി നിന്നുകൊണ്ട് രണ്ടാമത് നിക്കാഹ് നടത്തി. ഇവർ മതത്തെ കളിതമാശയാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ കുഴപ്പങ്ങൾക്ക് കാരണമാക്കിയിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം എല്ലാവിധ കലഹങ്ങളും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആഗതനായിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടുന്ന് നീതിമാനായ വിധികർത്താവ് എന്ന നിലയിൽ അംഗീകരിക്കുക എന്ന് സ്വയം പരിചയപ്പെടുത്തിയത്. അതോടൊപ്പം ഇതിനുള്ള പരിഹാര മാർഗവും നിർദ്ദേശിച്ചിരിക്കുന്നു. ചെറിയ നിലയിലുള്ള വ്യത്യാസം അതിനവിടുന്ന് അനുവാദവും നൽകിയിരിക്കുന്നു. ഒരാൾ ഇതുപോലെ ചെയ്താലും അതുപോലെ ചെയ്താലും ശരിയാണെന്നും പറയുന്നു. ഇത്തരത്തിൽ റഫ യദൈനെ സംബന്ധിച്ച് അവിടുന്ന് പറയുന്നു, ഇതിൽ തെറ്റായി യാതൊന്നും തന്നെയില്ല. അതായത് അതിൽ തെറ്റുള്ളതായി യാതൊരു അറിവുമില്ല. ആരെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും ശരി. ഹദീസുകളിലും ഇതിനെക്കുറിച്ച് രണ്ടു വിധത്തിലും പറയപ്പെട്ടിരിക്കുന്നു. വഹാബികളുടെയും സുന്നികളുടെയും പ്രവർത്തന രീതിയും ഇതേ ഫലമാണ് വെളിവാക്കുന്നത്. അതായത് ഒരു വിഭാഗം റഫ യദൈൻ അഥവാ കൈ ഉയർത്തുന്നു, മറ്റൊരു വിഭാഗം ഇത് ചെയ്യുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചില സന്ദർഭത്തിൽ കൈ ഉയർത്തി, പിന്നീട് അത് ഉപേക്ഷിച്ചതായിട്ടാണ് മനസ്സിലാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒരുപോലെയുള്ള രീതിയായിരുന്നില്ല ഇതിന്. ഒരു സന്ദർഭത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലർ അത് അംഗീകരിക്കുന്നു, അതിൽ കലഹിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവിടുന്ന് അവലംബിച്ച രീതി ഏതൊന്നിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കൂടുതലായി പ്രവർത്തിച്ചത്, അതിനെയാണ്. ഇതിനെ സംബന്ധിച്ച് ഒരു നിവേദനം ലഭിക്കുന്നു. സാഹിബ്സാദ മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഹാഫിസ് നൂർ മുഹമ്മദ് സാഹിബ് സാക്കിൻ ഫൈസുല്ല ജഗിനെ എഴുത്തു മുഖേന വിവരിക്കുന്നു. ഒരിക്കൽ ഞങ്ങൾ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് ഈ വിഷയം ചോദിച്ചു. ഹുസൂർ ഫാത്തിഹ ഇമാമിന് പിന്നിൽ ഓതുന്നതും
കൈകൾ ഉയർത്തുന്നതിനും ആമീൻ എന്ന് പറയുന്നതിനെ സംബന്ധിച്ചും എന്ത് കൽപ്പനയാണ് ഉള്ളത്? അവിടുന്ന് പറഞ്ഞു, ഈ രീതികൾ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്, അത് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഹദ്റത്ത് സാഹിബ് സാദ മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇതിനെക്കുറിച്ച് പറയുന്നു, വിനീതൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഫാത്തിഹ അൽ ജബർ, ഇമാമിന്റെ പിന്നിൽ ഫാത്തിഹ ഓതുന്നത് ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ സ്ഥാപിതമായിട്ടുള്ളതാണ്. എന്നാൽ കൈ ഉയർത്തുന്നതും ആമീൻ ഉച്ചത്തിൽ പറയുന്നതും എന്ന കാര്യത്തെക്കുറിച്ച് ഹദ്റത്ത് സാഹിബ് ഈ വിധം പറഞ്ഞുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം അപ്രകാരം ഹുസൂർ അതിനെക്കുറിച്ച് നിർബന്ധമായി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ സ്വയം അതനുസരിച്ച് എപ്പോഴും പ്രവർത്തിക്കുമായിരുന്നു. എന്നാൽ ഹുസൂറിന്റെ എന്നേക്കുമുള്ള രീതി ആ വിധമായിരുന്നില്ല, കൃത്യമായി അനുസരിച്ച് പ്രവർത്തിച്ചില്ല. മറിച്ച് പൊതുവിലുള്ള ഹുസൂറിന്റെ രീതിയും ഇതിനെതിരായിരുന്നു. എഴുതുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് ഹാഫിസ് സാഹിബ് ഹുസൂറിനോട് ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന്റെ വിവിധ വശങ്ങളുണ്ടായിരുന്നു. ഹുസൂർ മറുപടിയിൽ ആദ്യത്തെ കാര്യത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ഉത്തരം നൽകിയത്. അതായത് ഹുസൂർ മറുപടിയിൽ ഉദ്ദേശിച്ചത് ഫാത്തിഹ ഉച്ചത്തിൽ ഓതുന്നതിനെ സംബന്ധിച്ചായിരുന്നു. ഫാത്തിഹ ഖൽഫെ ഇമാം മാത്രമായിരുന്നു. അല്ലാഹു ആലം. ഇതിന്റെ സത്യസാക്ഷ്യം പിന്നീട് മറ്റൊരു നിവേദനത്തിലൂടെ സ്ഥാപിതമാകുന്നു. സൂറ ഫാത്തിഹ ഓതുന്നത് ശരി, എന്നാൽ ബാക്കിയുള്ളത് അങ്ങനെയല്ല. ഇത് സാഹിബ് സാദ മിർസ ബഷീർ അഹമ്മദ് സാഹിബ് തന്നെ എഴുതുന്നു, മിയാൻ അബ്ദുള്ള സാബ് സനൂരി എന്നോട് പറഞ്ഞു, ആദ്യകാലത്ത് ഞാൻ കണിശമായി പാലിക്കുന്ന വ്യക്തിയായിരുന്നു. കൈയുയർത്തുക, ആമീൻ ഉച്ചത്തിൽ പറയുന്നതിനെയും നിർബന്ധമായും പാലിച്ചിരുന്നു. അതായത് ഉച്ചത്തിൽ ആമീൻ പറയുന്നത്. ഹദ്റത്ത് സാഹിബിനെ കണ്ടുമുട്ടിയതിനു ശേഷവും ഞാൻ നീണ്ടകാലം ഇത് തുടർന്നുകൊണ്ടിരുന്നു. കുറച്ചു കാലത്തിന് ശേഷം ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് നമസ്കരിച്ചു. ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാമിന്റെ പിന്നിൽ നിന്ന് നമസ്കരിച്ചു. നമസ്കാരത്തിന് ശേഷം മന്ദഹസിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, മിയാൻ അബ്ദുള്ള, ഈ സുന്നത്തിൽ നീ ഒരുപാട് പ്രവർത്തിച്ചിരിക്കുന്നു. അതിലെ സൂചന റഫ യദൈൻ, അതായത് എല്ലാ തക്ബീറിലും കൈ ഉയർത്തുക എന്നത് സംബന്ധിച്ചായിരുന്നു. അബ്ദുള്ള സാഹിബ് പറയുന്നു, ആ ദിവസം മുതൽ ഞാൻ കൈ ഉയർത്തുന്നത് മാത്രമല്ല, മറിച്ച് ആമീൻ ഉച്ചത്തിൽ പറയുന്നതും ഉപേക്ഷിച്ചു. അബ്ദുള്ള സാഹിബ് പറയുന്നു, ഞാൻ ഹദ്റത്ത് സാഹിബിനെ ഒരിക്കലും എല്ലാ തക്ബീറിലും കൈ ഉയർത്തുന്നതായോ ആമീൻ ഉച്ചത്തിൽ പറയുന്നതായോ കേട്ടിട്ടില്ല. അതുപോലെ ഒരിക്കലും ബിസ്മില്ല ഉച്ചത്തിൽ പറയുന്നതായും കേട്ടിട്ടില്ല. മിയാൻ മിർസ ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, വിനീതൻ പറയാൻ ആഗ്രഹിക്കുന്നത് മിയാൻ അബ്ദുള്ള സാഹിബ് വിവരിച്ചതായിരുന്നു ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാമിന്റെ പ്രവർത്തന രീതി. എന്നാൽ ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലും അദ്ദേഹത്തിനു ശേഷവും ഇന്നുവരെയും ഞങ്ങൾ അഹമ്മദികളുടെ രീതി എപ്രകാരമെന്നാൽ ഇക്കാര്യത്തിൽ പരസ്പരം കലഹിക്കുമായിരുന്നില്ല. ചിലർ ആമീൻ ഉച്ചത്തിൽ പറയുന്നു, വളരെ ഉച്ചത്തിൽ പറയുന്നു, ചിലർ പറയുന്നില്ല. ചിലർ എല്ലാ തക്ബീറിലും കൈ ഉയർത്തുന്നു, അധിക പേരും ചെയ്യുന്നില്ല. ഇപ്പോൾ അത് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. എന്നാൽ ചിലർ പുതുതായി വരുന്നവർ അതിന് ശീലമുള്ളവരാണ്. അവരൊഴികെ അവരും പതുക്കെ പതുക്കെ അത് ഉപേക്ഷിക്കുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നു, ചിലർ ബിസ്മില്ല ഉച്ചത്തിൽ പറയുന്നു, അധിക പേരും അപ്രകാരം ചെയ്യുന്നില്ല. ഹദ്റത്ത് സാഹിബ് പറയുമായിരുന്നു, യഥാർത്ഥത്തിൽ ഈ എല്ലാ രീതികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് സ്ഥാപിതമായിട്ടുള്ളതാണ്. എന്നാൽ ഏത് രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി പ്രവർത്തിച്ചത്, ആ രീതിയാണ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം അനുവർത്തിച്ചിരുന്നത്. പിന്നീട് ഒരു ചോദ്യമുണ്ടാകുന്നു, നമസ്കാരത്തിൽ കൈകെട്ടി കയാമിൽ മനുഷ്യൻ നിൽക്കുന്നു, ആ സമയം കൈ എവിടെയാണ് ബന്ധിക്കേണ്ടത്? സാഹിബ് ദാദാ മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, എനിക്ക് മൗലവി സയ്യിദ് മുഹമ്മദ് സർവർ ഷാ സാഹിബ് വിവരിച്ചു നൽകി. ഒരിക്കൽ ഹസ്രത്ത് ഖലീഫ അവലിന്റെ പക്കൽ ആരുടെയോ കത്ത് വന്നു. ചിലർ പൊക്കിളിന് താഴെ കൈകെട്ടുന്നു, ചിലർ മധ്യത്തിൽ വെക്കുന്നു, മറ്റു ചിലർ വളരെയധികം മുകളിൽ വെക്കുന്നു. ഇതിനെക്കുറിച്ച് ഖലീഫ അവലിന്റെ പക്കൽ ഒരു കത്ത് വന്നു. നമസ്കാരത്തിനായി നിയത്ത് ചെയ്ത് മനുഷ്യൻ നിൽക്കുമ്പോൾ എപ്രകാരമാണ് കൈകെട്ടി നിൽക്കേണ്ടത്? നമസ്കാരത്തിൽ പൊക്കിളിന് മുകളിൽ കൈ വെക്കുന്നതിനെ കുറിച്ചുള്ള സഹിയായ ഹദീസ് ലഭിക്കുമെന്നായിരുന്നു ചോദ്യം.
ഹസ്രത്ത് മൗലവി സാഹിബ് ആ എഴുത്ത് ഹസ്രത്ത് സാഹിബിന്റെ മുന്നിൽ, അതായത് ഹസ്രത്ത് മസീഹ് അലി ഇസ്ലാമിന്റെ മുന്നിൽ സമർപ്പിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് ലഭിക്കുന്ന ഹദീസുകൾ പ്രതിവാദത്തിൽ നിന്ന് മുക്തമല്ല. അതായത് ഇത് സംബന്ധമായി ഒരുപാട് സംവാദങ്ങൾ ഉണ്ടായിരിക്കുന്നു. ചിലർ ഇതിനെ ശരിയാണെന്ന് പറയുന്നു, ചിലർ അതിനെ തെറ്റാണെന്ന് പറയുന്നു. ഹസ്രത്ത് സാഹിബ് പറഞ്ഞു, മൗലവി സാഹിബ് താങ്കൾ അന്വേഷിക്കുക, തീർച്ചയായും ലഭിക്കുന്നത്. കാരണം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം സ്വന്തം കാര്യം വിവരിക്കുകയാണ്. കാരണം ഇതെല്ലാം ആയിരുന്നിട്ട് കൂടി ചെറുപ്രായം മുതൽക്ക് തന്നെ ഞങ്ങളുടെ ചുറ്റുമുള്ളവർ ഹനഫികളായിരുന്നു. എനിക്ക് പൊക്കിളിന് താഴെ കൈകെട്ടുന്നത് ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല. സ്വന്തം കാര്യമാണ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം പറയുന്നത്. പൊക്കിളിന് താഴെ കൈകെട്ടി നിൽക്കുന്നത് എനിക്ക് ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല. എന്നാൽ എപ്പോഴും എന്റെ പ്രകൃതം പൊക്കിളിന് മുകളിൽ കൈവെക്കുന്നതിലേക്കാണ് ചാഞ്ഞിരുന്നത്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം പറയുന്നു, നാം എപ്പോഴും കണ്ടിട്ടുള്ളത് ഏതൊരു കാര്യത്തിലേക്കാണ് നമ്മുടെ പ്രകൃതം ചായുന്നത് അതിനെ അന്വേഷണ വിധേയമാക്കുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന ഹദീസുകളും കണ്ടുകിട്ടുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം പറയുന്നു, അതിനെക്കുറിച്ച് മുമ്പ് തന്നെ നമുക്ക് അറിവൊന്നും ഇല്ലെങ്കിലും ശരി. ഖലീഫ അവലിനോട് അവിടുന്ന് പറഞ്ഞു, അതുകൊണ്ട് താങ്കൾ അന്വേഷിക്കുക, തീർച്ചയായും ലഭിക്കുന്നതാണ്. കാരണം എന്റെ പ്രകൃതം ഏതിലേക്കാണ് ചായുന്നത് അതിനെ അനുകൂലിക്കുന്ന ഹദീസും സാധാരണ ലഭിക്കാറുണ്ട്. മൗലവി സർവർ ഷാ സാഹിബ് പറയുന്നു, ഇതനുസരിച്ച് മൗലവി സാഹിബ് പോയി. അതിന് അരമണിക്കൂർ പോലും ആയില്ല. വളരെ സന്തോഷത്തോടെ ഒരു പുസ്തകം കയ്യിലെടുത്തുകൊണ്ട് വന്നു. ഹസ്രത്ത് സാഹിബിന് അറിയിപ്പ് നൽകി, ഹുസൂർ ഹദീസ് ലഭിച്ചിരിക്കുന്നു. ഈ ഹദീസ് അലാ ഷർത്തുൽ ഷഹീനാണ്. അതായത് ഇതിൽ ഹസ്രത്ത് അബൂബക്കറും ഹസ്രത്ത് ഉമർ രണ്ടുപേരും ഐക്യം പ്രകടിപ്പിച്ചിരിക്കുന്നു. അതിൽ യാതൊരു അഭിപ്രായ ഭിന്നതയുമില്ല, അതിൽ യാതൊരു എതിർവാദവുമില്ല. പിന്നെ പറഞ്ഞു, ഇത് ഹുസൂറിന്റെ നിർദ്ദേശത്തിന്റെ ബർക്കത്താണ്. അതായത് പൊക്കലിന് മുകളിൽ കൈകെട്ടുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അധികമായി ചെയ്തിരുന്നു എന്നതിനുള്ള ഹദീസ് ലഭിച്ചു. ഹസ്രത്ത് ഹാജി ഗുലാം അഹമ്മദ് സാഹിബ് നിവേദനം ചെയ്യുന്നു, ഒരു വ്യക്തി ചോദിച്ചു, നമസ്കാരത്തിൽ എവിടെയാണ് കൈകെട്ടുന്നത്? ചിലർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മുഴുകുന്നു, അത് പിന്നീട് അതും പിടിച്ചിരിക്കുന്നു. ഒരിടത്ത് അവിടുന്ന് അന്വേഷിച്ചു, തീർച്ചയായും ലഭിക്കുമെന്ന് പറഞ്ഞു. പൊക്കിളിന് മുകളിൽ കൈകെട്ടുന്നതാണ് തന്റെ പ്രകൃതമെന്ന് പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് വേറൊരു വ്യക്തി അതേ ചോദ്യം ചോദിച്ചപ്പോൾ അവിടെ സംസ്കരണമായിരുന്നു ലക്ഷ്യമായിരുന്നത്. അതിന് അവിടുന്ന് നൽകിയ മറുപടി, ബാഹ്യമായ ഔന്നിത്യവും നിർബന്ധമാണ്. നമസ്കാരത്തിൽ ബാഹ്യരീതി അതും നിർബന്ധമാണ്, ശരി തന്നെ. എന്നാൽ കൂടുതൽ ശ്രദ്ധ നമസ്കാരത്തിൽ അള്ളാഹുവിലേക്കാണ് ഉണ്ടാവേണ്ടത്. ഇതും ശരിയാണ്. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ അള്ളാഹുവിലേക്ക് വെക്കുക, അത് അടിസ്ഥാനമായ ലക്ഷ്യമാണ്. പിന്നീട് ഷഹാദത്തിന്റെ വിരൽ ഉയർത്തുന്നതിനെ കുറിച്ചൊരിക്കൽ ചോദ്യമുണ്ടായി. ഒരു വ്യക്തി ചോദിച്ചു, അത്തഹിയാത്തിന്റെ സമയം നമസ്കാരത്തിൽ ഉങ്കുഷെ സബാബ എന്തുകൊണ്ടാണ് ഉയർത്തുന്നത്? അതായത് ഷഹാദത്തിന്റെ വിരൽ. അവിടുന്ന് പറഞ്ഞു, ആളുകൾ ജാഹിലിയ കാലത്ത് ചീത്ത പറയുന്നതിന് വേണ്ടിയാണ് ഈ വിരൽ ഉയർത്തിയിരുന്നത്. ചീത്ത പറയണമെങ്കിൽ വിരൽ ഉയർത്തുമായിരുന്നു. അതുകൊണ്ട് ഇതിനെ സബാബ എന്ന് പറയുന്നു, അതായത് ചീത്ത പറയുന്ന വിരൽ. അള്ളാഹു അറബികളുടെ സംസ്കരണം നടത്തി ആ ശീലത്തെ മാറ്റിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിനെ പങ്കാളിയില്ലാത്തവനായി പറയുന്ന സമയത്ത് ഈ വിരൽ ഉയർത്തുക. അങ്ങനെ അതിന്റെ ആക്ഷേപം ഉയർന്നുപോയി. അതിന് തെറ്റായ നാമം വെച്ചിരുന്നു, അതായത് ചീത്ത പറയുന്ന വിരൽ. അദ്ദേഹത്തിൽ അതിനെ ഷഹാദത്തിന്റെ വിരലാക്കി മാറ്റി. അവിടുന്ന് പറയുന്നു, അതുപോലെ അറേബ്യയിലെ ആളുകൾ 5 നേരം മദ്യം സേവിക്കുന്നവരായിരുന്നു, അതിന് പകരമായി 5 നേരം നമസ്കരിക്കുന്നവരാക്കി മാറ്റി. പിന്നീട് റുക്കൂ സുജൂദിലും ഖുർആനിലെ ദുആകൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചു. മൗലവി അബ്ദുൽ ഖാദിർ സാഹിബ് ലുധിയാനവി ചോദിച്ചു, ഖുർആനിക ആയത്തുകൾ അല്ലെങ്കിൽ ദുആ റുക്കൂകളിലും സുജൂദിലും ചെല്ലുന്നത് എപ്രകാരമാണ്? അവിടുന്ന് പറഞ്ഞു, സുജൂദും റുക്കുവും വണക്കത്തിന്റെ വിനയത്തിന്റെ സമയമാണ്. ദൈവിക വചനം മഹിമ ആഗ്രഹിക്കുന്നു. ഇതുകൂടാതെ ഇത് സംബന്ധിച്ച് ഹദീസുകളിൽ നിന്ന് എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എപ്പോഴെങ്കിലും റുക്കുയിലോ സുജൂദിലോ ഖുർആനിയ ദുആകൾ ചൊല്ലിയതായി സ്ഥാപിതവുമല്ല. ഹസ്രത്ത് സാഹിബ് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇത് സംബന്ധിച്ച് പറയുന്നു,
മിയാൻ ഖൈറുദ്ദീൻ സാഹിബ് സിഖ്വാനി എഴുത്തു മുഖേന എന്നോട് പറയുന്നു, ഒരിക്കൽ ഹുസൂർ സയ്യിദന ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം പറഞ്ഞു, നമസ്കാരത്തിൽ ദുആ ഒരുപാട് ചെയ്യുക. ഇതും പറഞ്ഞു, സ്വന്തം ഭാഷയിൽ ദുആ ചെയ്യുക. എന്നാൽ ഏതൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് സ്ഥാപിതമായിട്ടുള്ളത് അതിനെ ആ വാക്കുകളിലൂടെ തന്നെ ചെല്ലേണ്ടതാണ്. ഉദാഹരണമായി റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അലീം, സുജൂദിൽ സുബ്ഹാന റബ്ബിൽ ആല മുതലായവ ചൊല്ലി അതിനുശേഷം സംശയം കൂടാതെ തന്റെ ഭാഷയിലും ദുആ ചെയ്യുക. ഇതും പറഞ്ഞു, റുക്കൂഇന്റെയും സുജൂദിന്റെയും അവസ്ഥയിൽ ഖുർആനിയ ദുആകൾ ചെല്ലരുത്. കാരണം വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ഗ്രന്ഥമാണ്, മഹനീയ സ്ഥാനിയുമാണ്. റുക്കൂവും സുജൂദും യാചനയുടെ അവസ്ഥയാണ്. അതിനാൽ ദൈവിക വചനത്തിന് എപ്പോഴും ആദരവ് നൽകേണ്ടതാണ്. ഖലീഫത്തുൽ മസീഹ് സാനിയോട് ആരോ ഒരിക്കൽ ചോദിച്ചു, സുജൂദിൽ ഖുർആനിയ ദുആ ചൊല്ലുന്നത് എന്തുകൊണ്ടാണ് വിരോധിച്ചിരിക്കുന്നത്? കാരണം സുജൂദ് വളരെയധികം വിനയത്തിന്റെ അവസ്ഥ പ്രകടിപ്പിക്കുന്നു, അതായത് എളിമയുടെ സ്ഥാനമാണ്. അതിനാൽ ആ ദുആ സ്വീകരിക്കപ്പെടുന്നതിനായി ആ അവസരത്തിൽ ചെല്ലേണ്ടതല്ലേ? അദ്ദേഹം മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു, എന്റെ നിഗമനം സുജൂദിൽ ദുആ ചെയ്യേണ്ടതാണ് എന്നതായിരുന്നു. എന്നാൽ പിന്നീട് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഒരു വ്യക്തമായ പരാമർശം ലഭിച്ചു. അതിൽ അവിടുന്ന് സുജൂദിൽ ഖുർആനിയ ദുആ ചൊല്ലുന്നതിനെ വിരോധിച്ചിരിക്കുന്നു. അതുപോലെ മുസന്നദ് അഹമ്മദ് ബിൻ ഹംബലിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഹദീസും ലഭിച്ചു. എന്റെ വിശ്വാസത്തിന് എതിരായി ഈ കാര്യങ്ങൾ ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ തന്നെയും, ഇവിടെ വിനയത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ചോദ്യം ചോദിച്ചത്, ഈ കാരണത്തെ വിവേകപൂർണമായി ഗണിക്കുവാൻ സാധിക്കുമല്ല. അതായത് സുജൂദ് അങ്ങേയറ്റം വിനയത്തിന്റെ അവസ്ഥയായതുകൊണ്ട് ഖുർആനിയ ദുആ ചെയ്യുന്നത് അനുവദിക്കണമെന്ന് എന്നത് ഒരു കാരണമല്ല. പിന്നീട് അവിടുന്ന് പറഞ്ഞു, ഇമാം മാലിക്കിന്റെ അഭിപ്രായമായിരുന്നു. കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, സമുദ്രത്തിലെ എല്ലാ വസ്തുക്കളും ഹലാലാണ്. ഒരിക്കൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു, എന്നിട്ട് പറഞ്ഞു, സമുദ്രത്തിൽ പന്നിയുമുണ്ട്, അതിനെ ഭക്ഷിക്കുന്നത് അനുവദനീയമാണോ? അപ്പോൾ ഇമാം മാലിക് പറഞ്ഞു, സമുദ്രത്തിലുള്ള എല്ലാ ജീവികളും ഭക്ഷിക്കുന്നത് അനുവദനീയമാണ്, എന്നാൽ പന്നി ഹറാമാണ്. അയാൾ വീണ്ടും വീണ്ടും ഈ ചോദ്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ചോദ്യത്തിന് ഈ ഉത്തരമേ പറയാൻ സാധിക്കുകയുള്ളൂ, സമുദ്രത്തിലെ എല്ലാ അനുവദനീയമാണ്, എന്നാൽ പന്നി ഹറാമാണ്. ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നു, ഈ ഉത്തരമാണ് ഞാൻ നൽകുന്നത്. സുജൂദ് വിനയാവസ്ഥയുടെ സ്ഥാനമാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ ഖുർആനിലെ ദുആകൾ സുജൂദിന്റെ അവസ്ഥയിൽ ചെല്ലാൻ പാടില്ല. ദുആ മനുഷ്യനെ താഴേക്ക് കൊണ്ടുപോകുന്നു, ഖുർആൻ മനുഷ്യനെ മുകളിലേക്ക് ഉയർത്തുന്നു. അതുകൊണ്ട് സുജൂദിന്റെ അവസ്ഥയിൽ ഖുർആനിക ദുആ ചെയ്യുക എന്നത് അനുവദനീയമല്ല. റസൂലുള്ളാഹി അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്നും ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൽ നിന്നും ഒരു കാര്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെതിരായിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. ഒരുപക്ഷെ അത് നമ്മുടെ ബുദ്ധിക്ക് തെളിയുന്നില്ല എങ്കിലും നമുക്ക് ലഭിച്ച കൽപ്പന അനുസരിച്ച് തന്നെ പ്രവർത്തിക്കേണ്ടതാണ്. റുക്കൂഇൽ ചില ആളുകൾ വന്നു ചേരുന്നു, റക്കാത്ത് പൂർത്തിയാകുമെന്ന് ചിലർ ചോദിക്കുന്നു. സാധാരണ നിലയിൽ ഈ കാര്യം എല്ലാവർക്കും അറിയാം. ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്, താമസിച്ച് വരുന്നത് മൂലം റുക്കൂ ലഭിച്ചാൽ അയാളുടെ റക്കാത്ത് പൂർത്തിയായി. ഒരു വ്യക്തി ജമാഅത്തിന്റെ സമയത്ത് റുക്കൂഇന്റെ അവസ്ഥയിൽ വന്ന് പങ്കുചേരുന്നത് അയാളുടെ റക്കാത്ത് പൂർത്തിയാക്കുമോ അതോ ഇല്ലയോ എന്ന കാര്യം ചർച്ചയിൽ വന്നപ്പോൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം മറ്റു മൗലവിമാരോട് അവരുടെ വീക്ഷണം ചോദിച്ചു. അവിടെ ഇരുന്ന മൗലവിമാരോട് വിവിധ ഇസ്ലാമിക വിഭാഗങ്ങളുടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള വിധികൾ പറഞ്ഞു തരികയെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അറിഞ്ഞു. അവസാനം ഹസ്രത്ത് സാഹിബ് തീരുമാനം നൽകി പറഞ്ഞു, നമ്മുടെ വിധി ഇതാണ്, ലാ സ്വലാത്ത് ഇല്ലാ ബി ഫാത്തിഹത്തുൽ കിതാബ്. ഇമാമിന്റെ പുറകിലാണെങ്കിലോ അല്ലെങ്കിൽ മനുഷ്യൻ ഒറ്റക്കാണെങ്കിലോ എല്ലാ അവസ്ഥയിലും സൂറ ഫാത്തിഹ ഓതുക. എന്നാൽ പതുക്കെ പതുക്കെ പറയുക. കാരണം പുറകിലുള്ളവർ കേൾക്കുകയും പറയുകയും ചെയ്യണം. അതായത് ഇമാമിന് നൽകുന്ന നിർദ്ദേശമാണ്, എല്ലാ ആയത്തുകൾക്ക് ശേഷവും മുക്തദിയും ഈ ആയത്ത് ഓതുന്ന വിധത്തിൽ വളരെ സാവധാനത്തിൽ ഓതുക. എന്തു തന്നെയായാലും
മുക്തദിക്ക് കേൾക്കുവാനും ഓതുവാനും അവസരം നൽകുക തന്നെ വേണം. സൂറ ഫാത്തിഹ പാരായണം ചെയ്യേണ്ടത് നിർബന്ധമാണ്, കാരണം അത് ഉമ്മുൽ കിതാബാണ്. എന്നാൽ ഒരു വ്യക്തി നമസ്കാരത്തിനായി തന്റേതായ പരിശ്രമം നടത്തിയിട്ടും അവസാനം റുക്കൂയിലാണ് വന്നു ചേരുന്നത്, അതിനു മുമ്പ് വന്നു ചേരാൻ സാധിച്ചില്ല എങ്കിലും അയാളുടെ റക്കാത്ത് പൂർത്തിയാകുന്നതാണ്. ഒരുപക്ഷെ അവനതിൽ സൂറ ഫാത്തിഹ ഓതിയില്ല. കാരണം ഹദീസ് ഷരീഫിൽ വന്നിരിക്കുന്നു, ആർക്കാണ് റുക്കൂ ലഭിക്കുന്നത് അവന്റെ റുക്കൂ പൂർത്തിയാകുന്നതാണ്. മസ്ഇലകൾ രണ്ട് വിധത്തിലാണുള്ളത്, രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണുള്ളത്. ഒരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിവരിക്കുന്നു, താക്കീത് നൽകുന്നു, നമസ്കാരത്തിൽ സൂറ ഫാത്തിഹ നിർബന്ധമായും ഓതുക, അത് ഉമ്മുൽ കിതാബാണ്. യഥാർത്ഥ നമസ്കാരവും അത് തന്നെയാണ്. എന്നാൽ ഒരാൾ തന്റേതായി പരിശ്രമം നടത്തി തന്റേതായ വേഗത്തിൽ വന്നിട്ടും റുക്കൂയിൽ വന്നു ചേർന്നു. എന്നാൽ മതം ഉണ്ടായത് തന്നെ എളുപ്പത്തിനും ഉദാസീനതയ്ക്കും വേണ്ടിയാണ്. മറ്റൊരു കൽപ്പനയാണ് ദീനിൽ. ഈ കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, അവന്റെ റക്കാത്ത് പൂർത്തിയായി, അയവ് നൽകിയിരിക്കുന്നു. ഇത് സൂറ ഫാത്തിഹയ്ക്കുള്ളതല്ല, താമസിച്ചു വന്ന കാരണത്താൽ അവധി നൽകപ്പെട്ടിരിക്കുന്നു. എന്റെ ഹൃദയം അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്, ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, അനുവദനീയമല്ലാത്ത കാര്യത്തിൽ എനിക്ക് വെറുപ്പുണ്ടാക്കുന്നു, അതായത് ഹൃദയം വേദനിക്കുന്നു. ഞാൻ അത് ചെയ്യുന്നതിന് എന്റെ മനം ഇഷ്ടപ്പെടുകയില്ല. ഇത് വ്യക്തമാണ്. നമസ്കാരത്തിൽ ഒരു മനുഷ്യൻ 4/3 ഭാഗവും നേടിയെങ്കിൽ, ഒരു ഭാഗം ചില അത്യാവശ്യ കാരണത്താൽ താമസിച്ചെത്തിയെങ്കിൽ എന്ത് തെറ്റാണ് അതിലുള്ളത്? മനുഷ്യന് ഇളവിൽ നിന്ന് ഫലമെടുക്കേണ്ടതാണ്. എന്നാൽ ഒരു വ്യക്തി മനഃപൂർവ്വം അലസത കാണിക്കുകയാണെങ്കിൽ, ജമാഅത്തിൽ പങ്കുചേരാൻ താമസം കാണിക്കുകയാണെങ്കിൽ അവന്റെ നമസ്കാരം തന്നെ ഫാസിദാണ്. പിന്നീട് സൂറ ഫാത്തിഹയെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നു. ഇമാമിന്റെ പുറകിൽ ഫാത്തിഹ ഓതുന്നതിനെ കുറിച്ച് പറയുന്നു. ഹദ്റത്ത് മിയാൻ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, മൗലവി ഷേർ അലി സാഹിബ് എന്നോട് പറഞ്ഞു, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം വളരെ ശക്തമായി ഇക്കാര്യത്തിൽ നിർബന്ധം ചെലുത്തിയിരുന്നു. അതായത് മുക്തദി ഇമാമിന്റെ പുറകിലും സൂറ ഫാത്തിഹ ഓതേണ്ടത് നിർബന്ധമാണ്. എന്നാൽ അതോടൊപ്പം ഇതുകൂടി പറയുമായിരുന്നു, സൂറ ഫാത്തിഹ ഓരോരുത്തർക്കും നിർബന്ധമായി മനസ്സിലാക്കുന്നതോടൊപ്പം സൂറ ഫാത്തിഹ ഓതുന്നത് നിർബന്ധമായി മനസ്സിലാക്കുന്നതോടൊപ്പം സൂറ ഫാത്തിഹ ഓതാത്തവരുടെ നമസ്കാരം പൂർത്തിയാകിയില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. കാരണം ഒരുപാട് സ്വാത്വികരായ അള്ളാഹുവിന്റെ ഔലിയാക്കളും കടന്നുപോയിട്ടുണ്ട്. അവർ സൂറ ഫാത്തിഹയുടെ പാരായണം നിർബന്ധമായി മനസ്സിലാക്കിയിരുന്നില്ല. അവരുടെ നമസ്കാരത്തെ ഞാൻ ഒരിക്കലും നഷ്ടപ്പെട്ടവയിൽ ഉൾപ്പെടുത്തുകയില്ല. ഹദ്റത്ത് മിയാൻ ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, വിനീതൻ പറയുകയാണ്, ഹനഫികളുടെ വീക്ഷണം എന്നത് ഇമാമിന് പുറകിലുള്ള മുക്തദികൾക്ക് നിർബന്ധമായി നിശബ്ദമായി നിന്നുകൊണ്ട് ആ പാരായണം കേൾക്കുകയാണ് വേണ്ടത്, സ്വയം ഒന്നും ഓതേണ്ടതില്ല. അലെ ഹദീസിന്റെ വിശ്വാസം എന്നാൽ മുക്തദിക്ക് ഇമാമിന്റെ പുറകിൽ നിന്ന് തന്നെ സൂറ ഫാത്തിഹ ഓതേണ്ടതും നിർബന്ധമാണ്. ഹസ്രത്ത് സാഹിബിൻ ഇക്കാര്യത്തിൽ അഹ്ലെ ഹദീസിനെ പിന്തുണച്ചിരുന്നു. എന്നാൽ ഈ വിശ്വാസം ഉണ്ടായിരുന്നിട്ട് കൂടി അവിടുന്ന് തീവ്ര വിഭാഗമായ അഹ്ലെ ഹദീസുകളെ ആരാണ് സൂറ ഫാത്തിഹ ഓതാത്തത് അവരുടെ നമസ്കാരം പൂർത്തിയാകില്ല എന്ന് പറയുന്നില്ല. ഹസ്രത്ത് മുൻഷി റുസ്തം അലി സാഹിബിന്റെ ഒരു ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ട് ഹസ്രത്ത് അഖ്ദസ് അലൈഹി സ്വലാം തന്റെ കത്തിൽ പ്രകാരം എഴുതുന്നു, നമസ്കാരം മുക്തദി സൂറ ഫാത്തിഹ ഓതാതെയും പൂർത്തിയാകും, എന്നാൽ ശ്രേഷ്ഠത ഓതുന്നതിലാണ്. ഒരുപക്ഷെ ഏതെങ്കിലും ഇമാം വേഗത്തിലാണ് ഓതുന്നതെങ്കിൽ 1-2 ആയത്ത് കഴിയുന്ന പോലെ സാവധാനത്തിൽ ഓതുക. ഇമാം വേഗത്തിൽ ഓതുന്നുവെങ്കിലും പുറകെ ഓതുന്നവർ കഴിയുന്നത് പോലെ 1-2 ആയത്തുകൾ ഓതുക. എന്നാൽ അത് ഇമാമിന്റെ ഖിറാഅത്തിനേക്കാൾ ഉയർന്നതാകാൻ പാടില്ല. മാനി സമാവാത് ഖിറാഅത്തുൽ ഇമാം ആകാൻ പാടില്ല. അതായത് ഇമാമിന്റെ വാക്കുകൾ കേൾക്കാൻ സാധിക്കാത്ത വിധം ഉച്ചത്തിലായിരിക്കരുത്. ഇനി അവസരം ലഭിക്കുന്നില്ല എങ്കിൽ ഓതാൻ സാധിക്കാത്തത് നിർബന്ധിതാവസ്ഥയാണ്. ഇമാമിന്റെ തിലാവത്ത് തീർച്ചയായും കേൾക്കേണ്ടതാണ്. നമസ്കാരം പൂർത്തിയാകുന്നതാണ്, എന്നാൽ ശ്രേഷ്ഠതയുടെ സ്ഥാനത്തെത്തുകയില്ല. ഹദ്റത്ത് മിർസ ബഷീർ സാഹിബ് എഴുതുന്നു, മിയാൻ ഖൈറുദ്ദീൻ സാഹിബ് ബിഖ്വാനി എഴുതുന്നു, എഴുതി എന്നെ അറിയിച്ചു, ഒരിക്കൽ ഞാൻ ഹുസൂറിന്റെ സമക്ഷം സൂറത്തുൽ ഹംദ് ഖൽഫെ ഇമാം
ഓതുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചു. അതായത് ഇമാമിന്റെ പുറകിൽ സൂറ ഫാത്തിഹ ഓതുന്നതിനെ കുറിച്ച്. അവിടുന്ന് പറഞ്ഞു, ഖിറാഅത്ത് സൂറത്തുൽ ഹംദ് ഖൽഫെ ഇമാം ഉത്തമമാണ്. ഞാൻ ചോദിച്ചു, ഓതാൻ സാധിച്ചില്ലെങ്കിൽ നമസ്കാരം പൂർത്തിയാകുമോ അതോ ഇല്ലയോ? പറഞ്ഞു, നമസ്കാരം പൂർത്തിയാകും. എന്നാൽ ശ്രേഷ്ഠത എന്നത് ഇമാമിന്റെ പുറകിൽ ഓതുക എന്നതാണ്. ഇതുകൂടി പറയുന്നു, സൂറത്തുൽ ഹംദ് ഇമാമിന്റെ പുറകിൽ ഓതാത്ത പക്ഷം ഹനഫി വിഭാഗത്തിൽ വലിയ വലിയ സ്വാലിഹീങ്ങളായ യോഗവര്യന്മാരുണ്ടായിരുന്നു. അവർ എങ്ങനെയാണ് സ്വാലിഹായത്? സാലിഹ് ഉണ്ടാവുക എന്നത് അവർ ഓതിയത് അതിൽ നിന്ന് ലഭിച്ചതാണ്. പറയുന്നു, നമസ്കാരം രണ്ടു വിധത്തിലും പൂർത്തിയാകും, എന്നാൽ ശ്രേഷ്ഠതയിലാണ് വ്യത്യാസമുള്ളത്. അതുപോലെ തന്നെ ആമീൻ താഴ്ത്തി പറയുന്നതും ആമീൻ ഉച്ചത്തിൽ പറയുന്നതിനേക്കാൾ മേന്മ നൽകിയിരിക്കുന്നു. പീർ സിറാജുദ്ദീൻ ഹഖ് സാഹിബ് നിവേദനം ചെയ്യുന്നു, ഹദരത്ത് മൗലവി അബ്ദുൽ കരീം സാഹിബ് മർഹൂം ഒരിക്കൽ പറഞ്ഞു, ഒരു വ്യക്തി സിയാൽകോട്ടിൽ നിന്നും അതിന്റെ പരിസര പ്രദേശത്ത് താമസിക്കുന്ന ആളായിരുന്നു. എല്ലാ ദിവസവും ഇമാമിന്റെ പുറകിൽ നമസ്കാരത്തിൽ സൂറ ഹംദ് ഓതുന്നതിനായി ഞങ്ങൾ അയാളോട് പറയുമായിരുന്നു. ഞങ്ങളുടെ വാദത്തിനായി എല്ലാ തരത്തിലുള്ള തെളിവുകളും ഇക്കാര്യത്തിൽ നൽകി. എന്നാൽ അയാൾ അത് അംഗീകരിച്ചില്ല. അൽ ഹംദ് ഇമാമിന്റെ പുറകിൽ ഓതിയതുമില്ല. അത്തരത്തിൽ ഞങ്ങളോടൊപ്പം നമസ്കരിച്ചു പോന്നു. ഒരിക്കൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സമക്ഷം ഖാദിയാനിലെത്തി ഒരു ദിവസം ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിച്ചു. ഹസ്രത്ത് അഖ്ദസ് ഇത്രമാത്രം പറഞ്ഞു, നമസ്കാരത്തിൽ ഇമാമിന്റെ പുറകിൽ അൽഹംദ് ഓതേണ്ടതാണ്. ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ തെളിവുകൾ ആ വ്യക്തി ആവശ്യപ്പെട്ടില്ല. ഇമാമിന്റെ പുറകിൽ അൽഹംദ് ഷരീഫ് ഓതാൻ തുടങ്ങി. യാതൊരു തെളിവുകളും ആവശ്യപ്പെട്ടില്ല. ഒരു വ്യക്തി ചോദിച്ചു ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട്, ഒരു വ്യക്തി നമസ്കാരത്തിൽ അൽഹംദ് ഇമാമിന്റെ പുറകിൽ ഓതുന്നില്ല എങ്കിൽ അയാളുടെ നമസ്കാരം പൂർത്തിയാകുമോ അതോ ഇല്ലയോ? ഹസ്രത്ത് അഖ്ദസ് പറഞ്ഞു, ഈ ചോദ്യം ചോദിക്കരുത്. നമസ്കാരം പൂർത്തിയാകുമോ അതോ ഇല്ലയോ എന്ന് ഈ ചോദ്യം ചോദിക്കുക, അന്വേഷിക്കുക. നമസ്കാരത്തിൽ അൽഹംദ് ഇമാമിന്റെ പുറകിൽ ഓതേണ്ടതാണോ അതോ ഇല്ലയോ? നാം പറയുന്നത് നിർബന്ധമായും ഓതുകയാണ് വേണ്ടത്. നമസ്കാരം പൂർത്തിയാകുമോ അതോ ഇല്ലയോ എന്നത് അള്ളാഹുവിനാണ് അറിയാൻ സാധിക്കുക. അനഫികൾ ഓതാറില്ല. ആയിരക്കണക്കിന് ഔലിയാക്കൾ അനഫികളുടെ രീതി അവലംബിച്ചിരുന്നു. ഇമാമിന്റെ പുറകിൽ ഫാത്തിഹ ഓതാറില്ല. അവരുടെ നിസ്കാരങ്ങൾ പൂർത്തിയായില്ല എങ്കിൽ പിന്നെ അവർ ഔലിയാക്കൾ എങ്ങനെയായി? കാരണം നമുക്ക് ഇമാം ആസമുമായി ഒരു തരത്തിൽ സാമ്യമുണ്ട്. നമുക്ക് ഇമാം ആസമിനോട് ഒരുപാട് ആദരവുമുണ്ട്. നമുക്ക് നമസ്കാരം പൂർത്തിയാകില്ല എന്ന ഫത്വ നൽകാൻ സാധിക്കുകയില്ല. ആ കാലഘട്ടത്തിൽ എല്ലാ ഹദീസുകളും വെളിപ്പെടുകയോ ഒരുമിച്ച് കൂട്ടുകയോ ചെയ്തിരുന്നില്ല. ഈ രഹസ്യം ഇപ്പോഴാണ് തുറക്കപ്പെട്ടത്, മുമ്പ് തുറന്നിരുന്നില്ല. ഇക്കാരണത്താൽ അവർ അശക്തരായിരുന്നു. ഇപ്പോൾ ഈ വിഷയം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഒരുപക്ഷെ ഓതുന്നില്ല എങ്കിൽ സംശയം വിന അവരുടെ നമസ്കാരം സ്വീകാര്യതയുടെ സ്ഥാനത്ത് എത്തിച്ചേരുകയില്ല. നാം ഇതായിരുന്നു ഈ ചോദ്യത്തിന് ആവർത്തിച്ച് നൽകുന്ന ഉത്തരം. അൽഹംദ് ഇമാമത്തിന് പുറകിൽ നമസ്കാരത്തിൽ ഓതേണ്ടതാണ്. ഒരിക്കൽ ഞാൻ ചോദിച്ചു, ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, ഉസൂർ അൽഹംദ് ഏതവസരത്തിലാണ് ഓതേണ്ടത്? പറയുന്നു, എവിടെയാണ് ഓതാൻ അവസരം ലഭിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇമാം നിർത്തുമ്പോൾ. പറഞ്ഞു, എവിടെയാണ് അവസരം ലഭിക്കുന്നത് അവിടെ ഓതേണ്ടതാണ്. നമസ്കാരത്തിന്റെ ക്രമങ്ങളെക്കുറിച്ച് പറയുന്നു. ചില അവസരങ്ങളിൽ ളുഹർ, അസർ അല്ലെങ്കിൽ മഗ്രിബ്, ഇശ നമസ്കാരങ്ങൾ ജമ്മാക്കി നമസ്കരിക്കുന്നു. പിന്നീട് വരുന്നവർ അതിന്റെ ശരിയായ അറിവുണ്ടാകുകയില്ല. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൽ നിന്ന് നേരിട്ട് കേട്ടതാണ്. ഇമാം അസറിന്റെ നമസ്കാരമാണ് നിർവഹിക്കുന്നതെങ്കിൽ ളുഹർ നമസ്കരിക്കാനുള്ള വ്യക്തി പള്ളിയിലേക്ക് വരികയും അല്ലെങ്കിൽ ഇശ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഗ്രിബ് നമസ്കാരം നിർവഹിക്കുവാനുള്ള ഒരു വ്യക്തി പള്ളിയിലേക്ക് വരികയാണെങ്കിൽ അയാൾക്ക് വേണ്ടത് ളുഹർ നമസ്കാരം മാറി നമസ്കരിക്കുക, അതിനുശേഷം ഇമാമിനോടൊപ്പം ചേരുക. അല്ലെങ്കിൽ മഗ്രിബ് നമസ്കാരം ആദ്യം മാറി നിന്ന് നമസ്കരിച്ചതിനു ശേഷം ഇമാമിനോടൊപ്പം പങ്കുചേരുക. രണ്ട് നമസ്കാരങ്ങളും ജമ്മാക്കി നമസ്കരിക്കുന്ന സന്ദർഭത്തിലും ഏതെങ്കിലും വ്യക്തി നമസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വൈകി വരുന്നു. ഇതിനെ സംബന്ധിച്ചും ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഫത്വ ഇതുതന്നെയാണ്. ഇമാം അസറാണ് നമസ്കരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുവെങ്കിൽ അയാൾ ആദ്യം ളുഹർ നമസ്കാരം മാറി നിന്ന് നമസ്കരിക്കേണ്ടതാണ്, പിന്നീട് ഇമാമിനോടൊപ്പം പങ്കുചേരുക. ഇതുപോലെ തന്നെ ഇശായുടെ നമസ്കാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യം മഗ്രിബ് നമസ്കാരം ഒറ്റയ്ക്ക് നിർവഹിക്കുക, പിന്നീട് ഇമാമിനോടൊപ്പം ചേരുക. എന്നാൽ ഒരുപക്ഷെ ഇത് ഏത് നമസ്കാരമാണ് എന്ന് അറിയുന്നില്ല എങ്കിൽ അയാൾ ജമാഅത്തിനോടൊപ്പം ചേരുക. ആ അവസരത്തിൽ ഇമാമിന്റെ നമസ്കാരമായിരിക്കും അയാളുടെ നമസ്കാരവും. പിന്നീട് തന്റെ വിട്ടുപോയ നമസ്കാരം നിർവഹിക്കുക. ഉദാഹരണമായി ഇശായുടെ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തി പള്ളിയിലേക്ക് വരുന്നു.
അയാൾ മഗ്രിബ് നമസ്കാരം ഇതുവരെ നമസ്കരിച്ചിട്ടില്ല, അയാൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന നമസ്കാരം ഇശാ നമസ്കാരമാണെന്ന് അറിവ് ഉണ്ടായാൽ ആദ്യം മഗ്രിബ് നമസ്കാരം മാറി നിന്ന് നമസ്കരിക്കുക, പിന്നീട് ഇമാമിനോടൊപ്പം ചേരുക. എന്നാൽ ഒരുപക്ഷെ ഇക്കാര്യം, അതായത് ഇത് ഏത് നമസ്കാരമാണ് നടക്കുന്നത് എന്നറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇമാമിനോടൊപ്പം ചേരുക. ഈ അവസ്ഥയിൽ ഇയാളുടെ ഇശാ നമസ്കാരം പൂർത്തിയാകുന്നതാണ്. മഗ്രിബ് നമസ്കാരം പിന്നീട് നിർവഹിക്കുക. ഈ രീതി തന്നെയാണ് അസറിനെ സംബന്ധിച്ചുള്ളത്. ഈ അവസരത്തിൽ ഇതുകൂടി പറയുന്നു, അസർ നമസ്കാരത്തിന് ശേഷം ഒരു നമസ്കാരവും അനുവദനീയവുമല്ല. എന്നാൽ അറിവില്ലായ്മ മൂലം അസർ നമസ്കാരത്തിൽ പങ്കുചേരുന്നു. അതിനുശേഷം ലുഹർ നമസ്കാരം അയാൾക്ക് എങ്ങനെ അനുവദനീയമാകും? ഉസൂർ പറയുന്നു, ഇത് ശരിയാണ്. നിയമപ്രകാരം അസർ നമസ്കാരത്തിന് ശേഷം ഒരു നമസ്കാരവും അനുവദനീയമല്ല. എന്നാൽ അതിനർത്ഥം ഒരുപക്ഷെ യാദൃച്ഛികമായ ഏതെങ്കിലും അവസ്ഥ ഉണ്ടായാൽ അതിനുശേഷം പിന്നീട് ലുഹർ നമസ്കാരം നിർവഹിക്കാൻ അയാൾക്ക് സാധിച്ചില്ല എന്നല്ല. അത്തരം സന്ദർഭത്തിൽ അയാൾക്ക് ലുഹർ നമസ്കാരം അസർ നമസ്കാരത്തിന് ശേഷം അനുവദനീയമാണ്. അറിവുണ്ടെങ്കിൽ അനുവദനീയമല്ല, അറിവില്ല എങ്കിൽ മാത്രം അനുവദനീയമാണ്. അസറിന് ശേഷം ലുഹർ നമസ്കരിക്കാവുന്നതാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ നേരിട്ട് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൽ നിന്ന് ഈ കാര്യം കേട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, മറിച്ച് 2 പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് ഇതിനെ സംബന്ധിച്ച് രണ്ടാമത് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരണം നൽകിയിട്ടുണ്ട്. നമസ്കാരക്രമം നിർബന്ധമാണ്. എന്നാൽ ആരെങ്കിലും ഇമാം നിർവഹിക്കുന്ന നമസ്കാരം എന്താണ്, അസർ നമസ്കാരമാണോ ഇശാ നമസ്കാരമാണോ എന്ന് അറിവില്ല എങ്കിൽ അപ്പോൾ അയാൾ ഇമാമിനോടൊപ്പം ചേരുക. ഇമാമിന്റെ നമസ്കാരം എന്തായിരുന്നു അതായിരിക്കും അയാളുടെ നമസ്കാരം. പിന്നീട് അയാൾ തന്റെ വിട്ടുപോയ നമസ്കാരം നിർവഹിക്കുക. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ പതിവ് രീതിയാണ് സുന്നത്തുകൾ മുമ്പും പിമ്പുമുള്ള അത് വീട്ടിൽ തന്നെ നമസ്കരിച്ചിരുന്നു. അത് ഷെയ്ഖ് യാക്കൂബ് അലി സാഹിബ് ഇർഫാനി എഴുതുന്നു, ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ തുടക്കം മുതലുള്ള രീതി എന്നത് അവിടുന്ന് സുന്നത്തും നഫലുകളും വീട്ടിൽ തന്നെ നിർവഹിച്ചിരുന്നു. ഫർള് നമസ്കാരങ്ങൾ ജമാഅത്തോടൊപ്പം പള്ളിയിൽ നിർവഹിച്ചിരുന്നു. ഈ രീതി അവസാന സമയം വരെ തുടർന്നു. ഒരുപക്ഷെ ചിലപ്പോൾ ഫർള് നമസ്കാരത്തിന് ശേഷം നോക്കുമ്പോൾ ചില ആളുകൾ പിന്നീട് വന്ന് നമസ്കാരത്തിൽ ചേരുകയും അവരുടെ നമസ്കാരം അതുവരെ അവസാനിച്ചിട്ടുമില്ല എങ്കിൽ, പോകുവാൻ മാർഗവുമില്ല എങ്കിൽ അവിടുന്ന് പള്ളിയിൽ തന്നെ സുന്നത്തുകൾ നിർവഹിച്ചിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ തന്നെ പിന്നീട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ സുന്നത്തുകളും പള്ളിയിൽ നിർവഹിച്ചിരുന്നു. ഇത് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ പതിവ് രീതിയായതിനാൽ ഒരു കാലത്ത് ചില വിദ്യാർത്ഥികൾ വിവേകമില്ലായ്മ മൂലം ഒരുപക്ഷെ സുന്നത്ത് നിർബന്ധമല്ല എന്ന് മനസ്സിലാക്കിയിരുന്നു. കാരണം ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം മുമ്പും പിമ്പും സുന്നത്ത് നമസ്കരിക്കുന്നതായി അവർ കണ്ടിട്ടില്ല. ഇതിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു ഖുർആൻ ദറസിൽ പറഞ്ഞിരുന്നു, ഹസ്രത്ത് സാഹിബ്, അതായത് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ രീതിയാണ് ഫർള് നമസ്കാരത്തിന് ശേഷം ഉടൻ തന്നെ വീട്ടിനുള്ളിൽ പ്രവേശിക്കുക എന്നത്. അധികവും ഞാനും അതേ പ്രകാരമാണ് ചെയ്യാറുള്ളത്. ഇതുമൂലം ചില വിവേകമില്ലാത്ത കുട്ടികളും ഫർള് നമസ്കാരത്തിന് ശേഷം ഉടൻ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നു. ഈ ശീലമുണ്ടായിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് അവർ സുന്നത്ത് നമസ്കരിക്കുന്ന കാര്യത്തിൽ നഷ്ടമുണ്ടാക്കുന്നുവെന്നാണ്. ഇപ്പോഴും ചിലരും ഞാനിത് കണ്ടിട്ടുണ്ട്. അവർ ഓർക്കേണ്ടത് ഹസ്രത്ത് സാഹിബ് അലൈഹി സ്വലാത്തു വസ്സലാം അകത്തുപോയി ആദ്യം തന്നെ സുന്നത്ത് നിർവഹിച്ചു. അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. പിന്നീട് ഖലീഫ അവൽ ചോദിച്ചു, ഹസ്രത്ത് സാഹിബിന്റെ ഈ പ്രവൃത്തിയെക്കുറിച്ച് ആരാണ് സാക്ഷ്യം പറയുന്നത്? അപ്പോൾ സാഹിബ് സാദ മിർസ ബഷീർ മഹമ്മൂദ് അഹമ്മദ് സാഹിബ് ശീലാടിസ്ഥാനത്തിൽ ദറസിന്റെ സദസ്സിൽ ഉണ്ടായിരുന്നു. എഴുന്നേറ്റു ഉച്ചത്തിൽ പറഞ്ഞു, ഹസ്രത്ത് സാഹിബിന്റെ എപ്പോഴുമുള്ള ശീലമാണ് അവിടുന്ന് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പായി വീട്ടിൽ സുന്നത്തുകൾ നമസ്കരിച്ചിരുന്നു. പിന്നീട് പുറത്തു വന്ന് പള്ളിയിൽ വന്നുകൊണ്ട് ഫർള് നമസ്കരിച്ച് വീട്ടിൽ വന്ന ഉടൻ സുന്നത്ത് നമസ്കരിക്കാനായി നിൽക്കുന്നു. സുന്നത്ത് നമസ്കാരം നിർവഹിച്ചതിന് ശേഷമാണ് മറ്റു ജോലികൾ ചെയ്യുക. അദ്ദേഹത്തിന് ശേഷം ഹദ്റത്ത് മിർസ ബഷീർ സാഹിബും ഇതേ സാക്ഷ്യം നൽകി. അവർക്ക് ശേഷം മീർ നാസിർ നവാബ് സാഹിബും, അദ്ദേഹത്തിന് ശേഷം സാഹിബ് സാദ മീർ മുഹമ്മദ് ഇസ്ഹാഖ് സാഹിബും, അതിനുശേഷം ഹദ്റത്ത് സാഹിബിന്റെ പഴയ സേവകനായ ഹാഫിസ് ഹാമിദ് അലി സാഹിബും തങ്ങളുടെ ദൃക്സാക്ഷിത്വം വെളിപ്പെടുത്തി. ഇമാമത്ത് ഒരു ജോലിയായി സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചും ചോദ്യമുണ്ടായി. ചില മൗലവിമാർ ചില സ്ഥലത്ത് വരുമാനത്തിനായി
ഇമാമത്ത് നിർവഹിക്കുന്നു. പറയുന്നു, ഇമാമത്തിന്റെ പദവി ലഭിച്ചിട്ടുള്ളവർ ഒരുപക്ഷെ അവരെ ഞാൻ പിന്തുടരുകയാണെങ്കിൽ നമസ്കാര നിർവഹണ കാര്യത്തിൽ എനിക്ക് സംശയം ജനിക്കുന്നു. കാരണം വ്യക്തമായ നിലയിൽ സ്ഥാപിതമാണ്, അവർ ജമാഅത്തിനെ ഒരു ജോലിയായി സ്വീകരിച്ചിരിക്കുകയാണ്. അവർ 5 നേര നമസ്കാരം നിർവഹിക്കുന്നില്ല, മറിച്ചൊരു കട നടത്തുകയാണ്. അതിനെ 5 നേരം പോയി തുറക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ കട മൂലമാണ് അവരുടെ കുടുംബത്തിന്റെയും ജീവിതം കഴിച്ചുകൂടുന്നത്. കാരണം ജോലികൾ ബഹിഷ്കരണമോ അവരോധനമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവസ്ഥയിൽ അത് കേസായി പരിഗണിക്കുന്നു. മൗലവി സാഹിബ് ഇമാമത്തിന്റെ പദവി ലഭിക്കുന്നതിനായി അപ്പീലിന്റെ മേൽ അപ്പീൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് ഇത് ഇമാമത്തല്ല, മറിച്ച് നിഷിദ്ധമായി ഭക്ഷിക്കുന്നതിന്റെ മറ്റൊരു വെറുക്കപ്പെട്ട രീതിയാണ്. കേസ് എന്നത് ഈ സ്ഥലത്ത് ഞാൻ ഇമാമത്ത് ചെയ്യും എന്ന് പറഞ്ഞ് അതിൽ നീണ്ട വഴക്കുണ്ടാകുകയും ചെയ്യുന്നു. ഇപ്പോഴും ഇതുണ്ട്. ജോലി എന്ന നിലയിൽ ഇമാമത്ത് ചെയ്യുന്ന ആളുടെ പുറകിൽ നമസ്കാരം അനുവദനീയമാണോ എന്ന ചോദ്യത്തിന് അവിടുന്ന് പറയുന്നു, എന്റെ വീക്ഷണത്തിൽ ജോലി എന്ന നിലയിൽ നമസ്കാരം നിർവഹിക്കുന്നതും അവരുടെ പുറകിൽ നമസ്കാരവും നിർവഹിക്കുന്നതും അനുവദനീയമല്ല. അവർ തങ്ങളുടെ വ്യാഴാഴ്ചയിലെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ വരുമാനത്തിന്റേതോ വിചാരത്തിലാണ് നമസ്കരിക്കുന്നത്. അത് ലഭിച്ചില്ല എങ്കിൽ പിന്നീട് അത് ഉപേക്ഷിക്കുന്നു. തൊഴിൽ നല്ല നീയത്തോട് ഉണ്ടാകേണ്ടതാണ്. സ്വീകരിക്കണമെങ്കിൽ അതിൽ ആരാധനയാകും. ഏതെങ്കിലും ജോലിയോടുകൂടി ഇഴുകിച്ചേരുന്നത് ഉറച്ച മാർഗം അവലംബിക്കുക. അതിൽ പ്രയാസമുണ്ടാകുകയില്ല. അത് നിയന്ത്രാതീതമായി ഭവിക്കുന്നതുമല്ല. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ എതിരാളികളുടെയും വിരോധികളുടെയും അധിക്ഷേപികളുടെയും അവിടുന്ന് കാഫിർ എന്ന് വിളിക്കുന്നവരുടെയും പിറകിൽ നമസ്കാരം നിർവഹിക്കുന്നതിനെ കുറിച്ച് അവിടുന്ന് പറയുന്നു, ഇത് തെറ്റാണ്, ഹറാമാണ്. പറയുന്നു, നിഷേധിക്കുന്നതിനായി മാർഗം അവലംബിക്കുന്നവരും നാശമടഞ്ഞ സമൂഹമാണ്. അതുകൊണ്ട് എന്റെ ജമാഅത്തിലെ ഏതെങ്കിലും വ്യക്തി അവരുടെ പുറകിൽ നമസ്കരിക്കുന്നതിന് ഉതകുന്ന യോഗ്യത അവർക്കില്ല. ജീവനുള്ളവർ മരിച്ചവരുടെ പിറകിൽ നിന്ന് നമസ്കരിക്കുമോ? അതിനാൽ ഓർക്കുക, ഏതുപോലെയാണ് അള്ളാഹു എനിക്ക് ആജ്ഞ നൽകിയിട്ടുള്ളത്, നിങ്ങൾക്കത് ഹറാമാണ്. ഏതെങ്കിലും നിഷേധിയുടെയോ വിരോധിയുടെയോ എതിരാളിയുടെ പിറകിൽ നിന്ന് നമസ്കരിക്കുക ഖണ്ഡിതമായി വിരോധിക്കപ്പെട്ട കാര്യമാണ്. അതിനാൽ നിങ്ങളുടെ ഇമാം നിങ്ങളിൽ നിന്നുള്ളതായിരിക്കണം. അതുപോലെ ബുഖാരിയിലെ ഹദീസിന്റെ ഒരു ഭാഗത്ത് ഈ കാര്യത്തിലേക്ക് സൂചന നൽകിയിരിക്കുന്നു, ഇമാമുക്കും മിൻകും. ആരുടെ പുറകിൽ നമസ്കാരം, അന്യരുടെ പുറകിൽ നമസ്കാരം അനുവദനീയമല്ല എന്നതിന് കാരണം പറയുന്നു. ആരോ ചോദിച്ചു, അവിടുന്ന് അനുയായികളല്ലാത്ത ആളുകളുടെ പുറകിൽ നിന്ന് നമസ്കരിക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് തന്റെ അനുയായികളെ വിലക്കുന്നത്? ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറഞ്ഞു, ധൃതിപ്പെട്ടുകൊണ്ടും തെറ്റിദ്ധരിച്ചും അള്ളാഹു സ്ഥാപിച്ച ജമാഅത്തിനെ നിഷേധിക്കുന്ന ആളുകൾ ഇത്രമാത്രം അടയാളങ്ങളെ വിലമതിക്കുന്നില്ല. ഇസ്ലാമിനുണ്ടായ പ്രശ്നങ്ങൾ ഗൗനിക്കാതെ നിൽക്കുന്നു. ഇവർ തഖ്വയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നില്ല. അള്ളാഹു തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖിയായ ആളുകളുടെ നമസ്കാരമാണ് സ്വീകരിക്കുക. ഇക്കാരണത്താലാണ് പറയപ്പെട്ടിട്ടുള്ളത്, ആരുടെ നമസ്കാരമാണ് സ്വയം സ്വീകാര്യതയുടെ സ്ഥാനം വരെ എത്താത്തത് അവരുടെ പുറകിൽ നിന്ന് നമസ്കാരം നിർവഹിക്കരുത്. 2 ആളുകൾ ബൈഅത്ത് ചെയ്തു. ഒരാൾ ചോദിച്ചു, അനഹമ്മദികളുടെ പുറകിൽ നമസ്കാരം അനുവദനീയമാണോ അതോ അല്ലയോ? പറയപ്പെട്ടു, അവർ നമ്മെ കാഫിർ എന്ന് വിളിക്കുന്നു. നമ്മൾ കാഫിർ അല്ലെങ്കിൽ ആ കുഫർ അവരുടെ മേലാണ് പതിക്കുന്നത്. മുസ്ലിങ്ങളെ കാഫിർ എന്ന് വിളിക്കുന്നവൻ സ്വയം കാഫിറാണ്. അത് കാരണം അത്തരം ആളുകളുടെ പുറകിൽ നമസ്കാരം അനുവദനീയമല്ല. പിന്നീട് ഇവരുടെ ഇടയിൽ നിശബ്ദരായിരിക്കുന്നവർ, ചിലർ പറയാറുണ്ട്, നമ്മളെ ചിലർ ഒന്നും പറയാറില്ലല്ലോ എന്ന് പറയുന്നു. നിശബ്ദരായിരിക്കുന്നവർ ഒന്നും പറയാറില്ല, അവരും അവരോടൊപ്പമാണ്. അവരുടെ പുറകിലും നമസ്കാരം അനുവദനീയമല്ല. കാരണം അവർ അവരുടെ ഹൃദയത്തിനുള്ളിൽ മതപരമായ എതിർപ്പ് നമ്മോടൊപ്പം വെക്കുന്നു. അങ്ങനെയാണ് വ്യക്തിപരമായ നിലയിൽ അവർ നമ്മോടൊപ്പം ചേരുന്നില്ല, പറയാറില്ല. എന്നാൽ ഹൃദയത്തിനുള്ളിൽ എതിർപ്പും വിരോധവും ഉള്ളതിനാൽ നമ്മോടൊപ്പം ചേരുന്നില്ല. അതിനാൽ അവരുടെ പുറകിലും അനുവദനീയമല്ല. അന്യരുടെ പുറകിൽ നമസ്കാരം പാടില്ല എന്ന് തന്റെ ജമാഅത്തിനെ നിർദ്ദേശിക്കുന്നു. ഇതിനെക്കുറിച്ച് പറയുന്നു, ക്ഷമ കൈക്കൊള്ളുക. തന്റെ ജമാഅത്ത് അന്യരുടെ പുറകിൽ നിന്ന് നമസ്കരിക്കരുത്. നല്ലതും നന്മയും അതിലാണ് നിങ്ങളുടെ സഹായവും ഉന്നത വിജയവും നിലകൊള്ളുന്നത്. ഇതുതന്നെയാണ് ഈ ജമാഅത്തിന്റെ പുരോഗതിക്ക് കാരണമാകുന്നത്. നോക്കുക, ലോകത്ത് കോപം പ്രകടിപ്പിക്കുന്നവരും പരസ്പരം നീരസമുണ്ടാക്കുന്നവരും തന്റെ ശത്രുവിനെ 4 ദിവസം മുഖം കാണിക്കാറില്ല. നിങ്ങളുടെ നീരസവും പിണക്കവും അള്ളാഹുവിന് വേണ്ടിയാണ്. നിങ്ങൾ അതിന് പരസ്പരം കാണുകയും ഒത്തുചേരുകയും ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ ദൃഷ്ടി നിങ്ങളുടെ മേലുള്ളത് അത് പിന്നീട് ഉണ്ടാകുകയില്ല. പരിശുദ്ധ ജമാഅത്ത് വേറിട്ട് നിൽക്കുമ്പോഴാണ് പുരോഗതി ലഭിക്കുക. ഹദ്റത്ത് അലൈഹി സ്വലാം ആഗ്രഹിക്കുന്ന
ആത്മാർത്ഥതയോടുകൂടി ഈ ജമാഅത്തിൽ അംഗമായിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആത്മാർത്ഥതയോടുകൂടി പരിശുദ്ധ ജമാഅത്ത് വേറിട്ട് നിൽക്കുമ്പോഴാണ് പുരോഗതി ലഭിക്കുക. അള്ളാഹു ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആത്മാർത്ഥതയോടുകൂടി ഈ ജമാഅത്തിന് അംഗമായിരിക്കുവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അവസാനം ഞാൻ ദ്വീപുകൾ വസിക്കുന്ന അഹമ്മദികൾക്കായി ദുആക്ക് അപേക്ഷിക്കുകയാണ്. ഇത് പുതുതായിട്ടുള്ള രൂപീകരിച്ച ജമാഅത്താണ്. കൂടുതലായും നവ അഹമ്മദികളാണ്. എങ്കിലും ദൃഢവിശ്വാസമുള്ളവരാണ്. ഇപ്പോൾ ജമാഅത്തിനെതിരായി ഭരണകൂടം വളരെ കർക്കശത്തോടെ പെരുമാറുന്നു. അനാവശ്യമായ കേസുകൾ ഇവരിലെ വലിച്ചിഴക്കുന്നു. ചിലരെ ജയിലിൽ പ്രവേശിച്ചിരിക്കുന്നു. തീവ്രവാദികളോടാണ് ഇവർ ഉപമിക്കുന്നത്. എന്നാൽ ഇന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുകയും രാജ്യനിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജമാഅത്തിന്റെ അംഗങ്ങൾ മാത്രമാണ്. എന്നാൽ ഇവർക്ക് ആരോപണം ഉന്നയിക്കണം. അതുകൊണ്ട് ഇവർ ആക്ഷേപം ഉന്നയിക്കുന്നു. പോലീസ് ചില വീടുകളിൽ കയറി സ്ത്രീകളെ പർദ്ദയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ശ്രമിച്ചു. കുറച്ചു ദിവസമായി ഒരു സ്ത്രീയോട് അവളുടെ തട്ടം അഴിക്കുക എന്ന് പറഞ്ഞു. എന്നെ കൊന്നുകളഞ്ഞാലും ഞാൻ തട്ടം മാറ്റുകയില്ല എന്നും അഹമ്മദിയത്ത് ഉപേക്ഷിക്കുകയില്ല എന്നും അവർ പറഞ്ഞു. ജഡ്ജിയും അനീതി കാണിക്കുന്നു. അതിൽ പാരമതിയിലെത്തിയിരിക്കുന്നു. ജഡ്ജി ഒരു അഹമ്മദിയോട് പറഞ്ഞു, ഇതിനെ നിരാകരിക്കുകയാണെങ്കിൽ നിന്നെ വിട്ടയക്കുന്നതാണ്. ഞാൻ മരിക്കാൻ തയ്യാറാണ്, എന്നാലും ഞാൻ അഹമ്മദിയത്ത് ഉപേക്ഷിക്കുകയില്ല, വിശ്വാസം വിട്ടുകളയുകയില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് യഥാർത്ഥ ഇസ്ലാം. അപ്പോൾ ജഡ്ജി പറഞ്ഞു, ഇനി നിന്റെ മുഴുവൻ ആയുസ്സും നീ ജയിലിൽ തന്നെ വെക്കുന്നതാണ്, ജയിലിൽ തന്നെ നീ മരിക്കുന്നതാണ്. അതിനാൽ താങ്കൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തുകൊള്ളുക എന്ന് അഹമ്മദി മറുപടി നൽകി. ഇപ്പോഴുള്ള അവിടുത്തെ അവസ്ഥയാണ്. അവിടുത്തെ അഹമ്മദികൾക്ക് അല്ലാഹു സൗകര്യങ്ങൾ ഒരുക്കുമാറാകട്ടെ. അവർക്ക് സ്ഥിരചിത്തതയും നൽകുമാറാകട്ടെ. എതിരാളികളുടെയും അഹമ്മദിയത്തിന്റെ എതിരാളികളിൽ നിന്നും ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്നും അവരുടെ പ്രവൃത്തികൾ അല്ലാഹു അവരിലേക്ക് തന്നെ അവരുടെ ചെയ്തികളെ മടക്കി നൽകുമാറാകട്ടെ. അല്ലാഹു എല്ലാ അഹമ്മദികളെയും ഈ അക്രമങ്ങളിൽ നിന്ന് തന്റെ അഭയത്തിൽ വെക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.